മധ്യകേരളത്തിലെ ആദ്യ സൈനിക സ്കൂളായ മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാടിന് സമർപ്പിക്കും. കഴിഞ്ഞ അധ്യയന വർഷമാണ് വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിന് സൈനിക സ്കൂൾ അഫിലിയേഷൻ ലഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ താൽപര്യത്താൽ രാജ്യത്ത് 100 സൈനിക സ്കൂളുകൾ തുടങ്ങുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 3 വിദ്യാലയങ്ങളിൽ ഒന്നാണ് വിദ്യാധിരാജ വിദ്യാപീഠം. കഴിഞ്ഞ അധ്യയന വർഷമാണ് വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിന് സൈനിക സ്കൂൾ അംഗീകാരം ലഭിച്ചത്. രാജ്യത്ത് 100 സൈനിക സ്കൂളുകൾ തുടങ്ങുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 3 വിദ്യാലയങ്ങളിലൊന്നാണ് മാവേലിക്കരയിലെ വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക സ്കൂൾ. ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സൈനിക സ്കൂളിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. നമുക്ക് നാടിന് ആലപ്പുഴ ജില്ലയ്ക്ക് അഭിമാനമായിട്ട്, മാവേലിക്കര താലൂക്കിന് അഭിമാനമായിട്ട് വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക് സ്കൂളിന് അനുമതി കഴിഞ്ഞ വർഷം ലഭിച്ചു. ആദ്യ ബാച്ച് ആരംഭിച്ചു. ക്ലാസ്സുകൾ ഏതാണ്ട് 80 കുട്ടികളോട് കൂടിയ ഒരു ബാച്ചാണ്, 2 ബാച്ചായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ആണ് നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി നാളെ ഈ കോമ്പൗണ്ടിൽ വെച്ച് നിർവഹിക്കുന്നത്. എന്തുകൊണ്ടും വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. കാരണം സൈനിക സ്കൂൾ ഡിഫൻസ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത്. ഡിഫൻസ് മിനിസ്റ്ററിനെ തന്നെ നമ്മളുടെ ഉദ്ഘാടന കർമ്മത്തിന് കിട്ടി എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്ക് അഭിമാനമുണ്ട്, നാടിന് അഭിമാനമുണ്ട്. ഇതിൻ്റെ ക്രമീകരണങ്ങൾ നാളെ 3 മണിക്ക് തുടങ്ങത്തക്ക രീതിയിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്നലെയും ഇന്നുമായിട്ട് ഏകദേശം പൂർത്തിയാകുകയാണ്. സൈനിക സ്കൂൾ അംഗീകാരത്തിലൂടെ പ്രദേശത്തെ കുട്ടികൾക്ക് സൈനിക സ്കൂളിൽ ചേർന്ന് പഠിക്കുക എന്ന സ്വപ്നം കൂടി സാക്ഷാത്കരിക്കാനായി. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിനൊപ്പം അച്ചടക്കവും രാഷ്ട്രബോധവും ദേശസ്നേഹവുമുള്ള ഉത്തമന്മാരായ പൗരന്മാരെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ സൈനിക സ്കൂൾ ആരംഭിച്ചിരിക്കുന്നത്. 6ാം ക്ലാസ്സിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രവേശന പരീക്ഷയിലൂടെ വിജയിക്കുന്ന കുട്ടികളെയാണ് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കുക. സ്കൂളിലെ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് റാങ്ക് അടിസ്ഥാനത്തിൽ 60% സീറ്റ് സംവരണമുണ്ട്. ബാക്കി 40% സീറ്റിൽ ഏത് സംസ്ഥാനത്തു നിന്നുള്ള കുട്ടിക്കും അപേക്ഷിക്കാം. 2024-25 അധ്യയന വർഷം 40 സീറ്റുകളുള്ള 2 ബാച്ചുകളിലായി ക്ലാസുകൾ ആരംഭിച്ചു. സൈനിക സ്കൂളിനായി പ്രത്യേകം ഹോസ്റ്റൽ, ക്യാന്റീൻ സൗകര്യങ്ങളുമുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 80 കുട്ടികൾ ഈ വർഷം പ്രവേശനം നേടിയിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാധിരാജ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി MN ശശിധരൻ അധ്യക്ഷത വഹിക്കും. ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് വല്യത്താൻ പ്രഭാഷണം നടത്തും. ട്രസ്റ്റ് സെക്രട്ടറി V. അനിൽകുമാർ കേന്ദ്രമന്ത്രിയെ ആദരിക്കും. ജനം, ആലപ്പുഴ.